സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശ്രീ ശാന്തനൻ. വളരെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്ന ഒരു സ്ഥിതിയാണ് ലോകമെമ്പാടും കാണുന്നത്. ഏത് ദേശക്കാരനും ഏത് മതവിശ്വാസിയോ ആരായാലും ഭൗതിക ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ വിമുഖതയോടുകൂടി നോക്കി സർവകലാശാല പഠനങ്ങളിലും തുടർന്നുള്ള ഗവേഷണ നിരീക്ഷണ സമ്പ്രദായത്തിലൂടെ ഭൗതിക നേട്ടങ്ങൾക്കായി മത്സരിക്കുമ്പോൾ അപ്രാപ്യമാകുന്നത് ശാശ്വത ശാന്തിക്കുള്ള സത്യത്തിന്റെ മാർഗമാണെന്ന് നാം ഓർക്കണം. പുരോഗമന സ്വഭാവത്തെ നിരാകരിക്കാതെ നമ്മുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സകലർക്കും ശാന്തിയും സമാധാനവും പകരുന്ന ഒരു സംസ്കാരമാണ് ആവശ്യം. മനുഷ്യൻ ദുഃഖിതനാകുമ്പോൾ സർവവും വിസ്മരിച്ചുകൊണ്ട് അഭയത്തിനു വേണ്ടി പരതി നടക്കുന്നു. എന്നാൽ സമ്പന്നതയിൽ എല്ലാം വിസ്മരിക്കുന്നു. ഈ പൊതു സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി അചഞ്ചലമായ ഒരു മനസാന്നിധ്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. അതിനായി സകലതിനും കാരണഹേതുവായ ഈ ജഗത്തിന്റെ നിയന്താവിനെ സ്മരിക്കേണ്ടതുണ്ട്. അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ പ്രവർത്തിച്ചു തെളിഞ്ഞ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. ആർഷ സംസ്കാരം സഹിഷ്ണുതയുടെയും ത്യാഗത്തിന്റെയും സമാധാനത്തിൻ്റെതുമാണ്. ആയതിനാൽ ഇന്നത്തെ യുവതലമുറ അർപ്പണ ബുദ്ധിയോടെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെപ്പറ്റി ബോധവാന്മാരാകണം. എന്നിട്ട് വരും തലമുറകൾക്ക് അതിന്റെ സാരാംശങ്ങൾ പകർന്നു കൊടുക്കണം. ഭാരതത്തിന്റെ സംസ്കാരത്തിന് നിദാനമായിരിക്കുന്നത് പൂർവികരായ മഹത്തുക്കളുടെ ത്യാഗമാണ്. ഈ മഹത്തുക്കളെ നയിച്ചത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ശക്തിവിശേഷമാണ്. ആ ത്യാഗം എന്തായിരുന്നു, ആ ശക്തിവിശേഷം ഏതായിരുന്നു എന്ന് കണ്ടെത്താനുള്ള അന്തർദാഹമാണ് യുവതലമുറയ്ക്ക് വേണ്ടത്. അതിൽ കൂടി മാത്രമേ വരും തലമുറകൾ സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നമുക്ക് ഒരു ഭാഷയോ നമ്മുടേതായ ഒരു വേഷമോ ഇല്ല. നമുക്കുള്ളത് പല പല ഭാഷയും വേഷവും. എല്ലാവിധത്തിലും നമ്മൾ താഴെയാണ്. ചെറിയ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ തനതായി എന്തെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചവർക്ക് കൊടുക്കാനുണ്ടോ? അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സ്വന്തം അച്ഛനോടോ അമ്മയോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ ഒരു സമകാലികത്വ ബഹുമാനമില്ല. ആ രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഈ അപജയത്തെ നിവർത്തിക്കാനുള്ള കർമ്മധീരത ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. ഇത് സാധ്യമാകുന്നതിന് സത്യത്തിലും ധർമ്മത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പരമ്പരയായി നാം ഉരുത്തിരിയണം. ഈ യോഗ്യതയിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ കഴിയണം. ലോകത്തെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്ന വിമോചന പ്രക്രിയയാണിത്. ഈ നവനിർമ്മിതിക്ക് ആധാരശിലയായി തീരേണ്ടത് നമ്മുടെ സ്ത്രീകളാണ്. ഇത്തരുണത്തിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ വാക്കുകൾ സ്മരണീയമാണ്. നാടിന്റെ ഉദ്ധാരണം വീടിന്റെ ഉദ്ധാരണം വഴി നടക്കണം. എങ്ങനെയാണ് വീടിനെ ഉദ്ധരിക്കുന്നത്? കുറെ പണം കിട്ടാനുള്ള വഴി മാത്രം കൊണ്ട് വീട് ഉദ്ധരിക്കപ്പെടുമോ? വീടിന്റെ ഉദ്ധാരണം നടക്കണമെങ്കിൽ ആദ്യ ഗുരുവായ അമ്മ എന്ന സ്ത്രീ നന്നാകണം, അറിവുള്ളവളാകണം. ഒരു സ്ത്രീയെയെങ്കിലും വിവേകത്തിലേക്ക് നയിച്ചാൽ ഒരു വീട് നന്നാകും, അവളുടെ അടുത്ത തലമുറ നന്നാകും. ഇത് ഈശ്വരാർപ്പണമായി ചെയ്താൽ ഈ വിതച്ച ഒരു വിത്ത് ലോകം മുഴുവൻ വ്യാപിക്കും. ആയതിനാൽ അമ്മമാർ വരും തലമുറയ്ക്ക് വേണ്ടി ധനം സമ്പാദിച്ചു വയ്ക്കാൻ മാത്രം ഉത്സുകരാകാതെ കർമ്മശേഷിയും കർത്തവ്യബോധവും അതിലുപരി പരിശുദ്ധിയുമുള്ള മക്കൾക്ക് ജന്മമേകി അവരെ ലോകത്തിന് നന്മ പകരുന്ന പുണ്യശ്ലോകന്മാരാക്കി ബ്രഹ്മനിശ്ചയം നിറവേറ്റാൻ പ്രാപ്തരാകട്ടെ എന്ന് പരമകാരുണ്യനായ ഈ ജഗത്തിന്റെ നിയന്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾ കേട്ട സുഭാഷിതം അവതരിപ്പിച്ചത് ശ്രീ ശാന്തനൻ.
വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം.